അപ്പോൾ സ്നേഹമുള്ളവരെ, ഞങ്ങളിന്ന് ഗിഫ്റ്റ് ഐറ്റം മേടിക്കുന്നതിന് വേണ്ടി ഒരു കടയിലേക്ക് പോയി. കൊമ്മാടിയിൽ വൈശാലി എന്ന് പറയുന്ന ഒരു കടയിലാണ് ഞങ്ങൾ പോയത്. ഞാനും ചേട്ടനും എൻ്റെ മക്കളും കൂടെയാണ് പോയത്. ആ കടയിൽ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം ഒത്തിരിയേറെ പാത്രങ്ങളും ഗിഫ്റ്റ് ഐറ്റങ്ങളും എല്ലാം, ഡ്രസ്സുകളും കുട്ടികൾക്കുള്ള ചെരുപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ കയറിയിട്ട് എന്തെടുക്കണമെന്ന് അറിയത്തില്ല. കാരണം മിതമായ വിലയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒത്തിരി വിലയൊന്നുമില്ല. അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കടയാണ്. അങ്ങനെ ഞങ്ങൾ കയറി ഓരോന്നും നോക്കി എല്ലാവരും എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഈ കടയിൽ കയറിയപ്പോൾ. കാരണം വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പാത്രങ്ങളോടായിരിക്കുമല്ലോ. ഞാൻ കൂടുതലും പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു. ഓടി നടന്ന പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ കണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു കേട്ടോ. ഞാനും ചേട്ടനും കൂടെ നടന്ന് പ്ലേറ്റുകളും ഗ്ലാസ്സും ഒക്കെ എടുത്തു. ഒത്തിരിയേറെ നല്ല നല്ല ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ ഗിഫ്റ്റ് കാണാമെന്നുള്ള ആദ്യം ബഹളമായിരുന്നു. കാരണം ആദ്യൻ്റെ സ്കൂളിൽ ക്രിസ്മസ് തന്നെ പരിഗണിക്കുന്നുണ്ട്. ആദ്യം ഒരു പെൺകുട്ടിയാണ് ഗിഫ്റ്റായിട്ട് ക്രിസ്മസ് ഉണ്ടാക്കി കിട്ടിയിട്ട് ആ കൊച്ചിന് വേണ്ട ഗിഫ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞ് ആദ്യം ബഹളം വെച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം വേണ്ട ഗിഫ്റ്റ് വേണ്ട നോക്കി നടന്നു. ആദ്യം ഗിഫ്റ്റൊക്കെ നോക്കി നടക്കുന്ന ഒരു ബോട്ടിൽ കണ്ട്, വെള്ളം കൊണ്ടുപോകാനുള്ള ബോട്ടിൽ, അതിനതും വേണമെന്നുണ്ടായിരുന്നു. 2 ബോട്ടിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല, അതവിടെ വെച്ച്. അതിലും ആകുന്നു അവിടെ ചെന്നിട്ട് എന്തെടുക്കണമെന്ന് അറിയത്തില്ല. കാരണം കാഴ്ച അധികം കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ഒത്തിരിയേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു പർച്ചേസിങ് നടത്താൻ പറ്റിയിട്ടുണ്ടെന്ന് അടുത്ത് തന്നെയാണല്ലോ. അത് ഞാൻ കട കണ്ടപ്പം ഇത്രയും വിചാരിച്ചില്ല. ഏകദേശം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നമുക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വില. ഒത്തിരിയേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പല ഫ്ലോറിലായിട്ട് പല ഐറ്റംസ് ഉണ്ട്. അതിന് ഷൂ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ഷൂ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കൺഫ്യൂഷൻ അവിടെ ചെന്നിട്ട് ഏതെടുക്കണം അമ്മ, ഇതെടുത്താൽ മതി അമ്മ, അതെടുത്താൽ മതി അമ്മ. ആകെ ഞാനെടുത്ത സാധനങ്ങളൊക്കെ ഒരു കൊട്ടയിലിട്ട് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഗിഫ്റ്റിൻ്റെ കാര്യം മറന്നു തോന്നുന്നു. കാരണം ആദ്യം ബഹളം വെച്ചെങ്കിലും കടയിൽ കണ്ട സാധനങ്ങളൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എടുത്ത പ്ലേറ്റിനും ഗ്ലാസ്സും ഒക്കെ കൊട്ടയിലിട്ടിട്ട് അതും വലിച്ചിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഡ്രസ്സുകളൊക്കെ ഒത്തിരി ഉണ്ട്. ബോയ്സിൻ്റെ ജീൻസ് എല്ലാം ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഷോക്സ് വേണമെന്ന് പറഞ്ഞ് അതിനൊപ്പം അതിന് ഷോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 പേർക്കും 2 ജോഡി ഷോക്സ് വീതം, ഓരോ ജോഡി ഷോക്സ് വീതം എടുക്കാനൊക്കെ 2 ജോഡി ഷോക്സ് വീതം എടുത്ത് അതും തിരഞ്ഞിട്ടും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവന്മാരിങ്ങനെ എല്ലാം നന്നായിട്ട് നോക്കി എടുക്കത്തുള്ളൂ. 2 പേരെയും കൂടെ കടയിൽ കൊണ്ടുപോയാൽ കടയിൽ തിരിച്ചു കൊണ്ടുവരാൻ പാടാ. എല്ലാം ഓരോ ഐറ്റം നോക്കി നടക്കും. നമ്മൾ കാണാത്ത കാഴ്ചകൾ പോലും കാണിച്ചു തരും കേട്ടോ. അമ്മ അത് കണ്ട, ഇത് കണ്ട എന്നൊക്കെ പറയും. ഞാനും പിള്ളേർ ഓടി നടക്കുമായിരുന്നു കേട്ടോ, ഓരോ ഐറ്റം നോക്കി. അതിനുശേഷം ഞങ്ങൾ ഒരു പാവയാണ് എടുക്കാൻ. കാരണം എൻ്റെ അവളുടെ കൊച്ചിൻ്റെ 5 വയസ്സ് കഴിയുമായിരുന്നു. അപ്പോൾ അവന് കൊടുക്കാനായിട്ടൊരു പാവക്കുട്ടിയെ വേണം. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ചെറിയ പാവകളൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കൊച്ചിന് വേണ്ടി എടുക്കാൻ പോയി പാവയാണ്. അവിടെ ചെന്നപ്പോൾ ആകനും വേണം പാവ. ആകൻ ഓരോ പാവ എടുത്ത്
പെട്ടിക്കകത്ത് ഇടുമായിരുന്നു. ആ ബോക്സിലിട്ട് പിന്നെ ഞാനെടുത്ത് ആ പാപ്പിന് വെച്ച്. പിന്നെ അതും വലിച്ചുണ്ട് ഒരു പാവക്കുട്ടിനെ ഞങ്ങളങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു. അതും വലിച്ചുണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. ആ ബോക്സ് എൻ്റെ ഇപ്പോഴും തരുന്നില്ല കേട്ടോ. ആൾക്ക് ഇഷ്ടമാണ് വലിച്ചുകൊണ്ട് നടക്കാൻ. അങ്ങനെ സാധനങ്ങളൊന്നും എടുത്താൽ പോകാം വേറെ സാധനം ആ പർച്ചേസിങ് തന്നെ നല്ല കാര്യമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. വീട്ടിലെത്തിയ ഉടനെ എനിക്ക് ഗിഫ്റ്റ് പൊതിഞ്ഞ് തന്നു ചേട്ടൻ. എനിക്ക് വർക്ക് ചെയ്യുന്നിടത്ത് ഗിഫ്റ്റ് പൊതിയണമായിരുന്നു. അങ്ങനെ ചേട്ടൻ